മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ്. കഥയുടെ പേര് മേക്കപ്പ് മാൻ. ഈ കഥ എഴുതിയിരിക്കുന്നത് സത്യജിത് റായ്. ന്യൂ മഹാമായ ക്യാബിനിലെ ഒരു കസാരയിലിരുന്ന് അരക്കപ്പ് ചായയ്ക്കും പൊട്ടറ്റോ ചിപ്സിനും ഓർഡർ നൽകിയ ശേഷം നികുഞ്ച് സാഹ ചുറ്റും നോക്കി. തൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഹാ വന്നിട്ടുണ്ട്. അപ്പുറത്ത് രസിക് ബാബു ഇരിപ്പുണ്ട്. ഇവിടെ ശ്രീധറും. പഞ്ചാനൻ ഇതുവരെ വന്നില്ല. എങ്കിലും 5-10 നിമിഷങ്ങൾക്കകം തീർച്ചയായും വരും. പരിചയക്കാരായ എത്ര പേർ കൂടുതൽ വരുമോ അത്രയും നന്നായിരിക്കും. പരിചയമുള്ള സുഹൃത്തുക്കൾക്ക് മേക്കപ്പിൽ ആളെ തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് വേഷം കെട്ടലിനെ സാർത്ഥകമാക്കുന്നത്. ഇതുവരെ ഏതെല്ലാം വേഷം മാറ്റിയോ അതിലെല്ലാം അത്ഭുതകരമായി വിജയം ലഭിച്ചു. ഇന്നയാൾ താടിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ മുഖം പകുതി മറിഞ്ഞിരിക്കുന്നു. പ്രായത്തിലും 25 വയസ്സോളം വർധനവ് വരുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് രാജാക്കന്മാരുടേത് പോലുള്ള ചെറിയ മീശ വെച്ചിരുന്നു. പ്ലാസ്റ്റിസിൻ ഉപയോഗിച്ച് മൂക്കിൻ്റെ വലുപ്പത്തിലും മാറ്റം വരുത്തി. നടത്തത്തിലും സ്വരത്തിലുമെല്ലാം കൗശലപൂർണമായ മാറ്റം വരുത്തിയതിനാൽ കഴിഞ്ഞ 5 വർഷമായി പരിചയമുള്ള പഞ്ചാനൻ തീപ്പെട്ടി ചോദിക്കാൻ വന്നിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ധൈര്യം സംഭരിച്ച് നികുഞ്ച് 1-2 വാക്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. താങ്കളത് വെച്ചോളൂ, എൻ്റെ കൈവശം വേറെ തീപ്പെട്ടിയുണ്ട്. ശബ്ദം കേട്ടിട്ടും പഞ്ചാനന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനെയാണ് സംസാരത്തിലെ കലയെന്ന് വിളിക്കുന്നത്. നികുഞ്ച് സാഹ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്നു. ഇനി ഇത് മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഈ താല്പര്യം അയാളിൽ ശേഷിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നിത്യേന എന്ന വണ്ണം വർദ്ധിച്ചു വരികയുമാണ്. അയാൾക്കതൊരു ഹരമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് ധാരാളം സമയവുമുണ്ട്. മുമ്പ് ജോലി ചെയ്തിരുന്നു. കോളേജ് സ്ട്രീറ്റിലെ ഓറിയൻ ബുക്ക് കമ്പനിയിൽ സെയിൽസ്മാനായിരുന്നു. അയാളുടെ പിതാവിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അന്തരിച്ചത് അടുത്ത കാലത്താണ്. ഷെയർ മാർക്കറ്റിൽ പണം മുടക്കി ധാരാളം സമ്പാദിച്ച അദ്ദേഹത്തിന് സ്വന്തം മക്കൾ ആരും തന്നെയില്ല. 1972 ഭാര്യയും മരിച്ചു. ഒസിത്തെഴുതി നികുഞ്ച് സാഹയ്ക്ക് നീക്കിവെച്ച പണത്തിൻ്റെ പലിശ തന്നെ പ്രതിമാസം 750 രൂപ വരും. അക്കാരണത്താൽ ഒരു തരത്തിലുമുള്ള അലലും അലട്ടലുമില്ലാതെ അയാൾക്ക് സെയിൽസ്മാൻ്റെ ജോലി ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. ആ വല്യച്ഛൻ പറയുമായിരുന്നു, പുസ്തകങ്ങൾ വായിക്കും നികുഞ്ച്, പുസ്തകങ്ങൾ വായിക്കേ. പക്ഷേ പുസ്തകം വായിച്ച് അഭ്യസിക്കാൻ കഴിയുന്ന ഒന്നല്ല പുസ്തക വായന. അതിന് സ്വന്തമായി താല്പര്യം വേണം. വിദ്യാലയത്തിൻ്റെ ആവശ്യമില്ല. അധ്യാപകൻ്റെ ആവശ്യം നേരിടുകയുമില്ല. ആളുകൾ പുസ്തകം വായിച്ച് എയറോപ്ലെയിൻ ഓടിക്കാൻ വരെ പഠിച്ചതായി കേട്ടിട്ടുണ്ട്. പുസ്തകം വായിച്ച് സ്വയം വല്യച്ഛൻ 2 കാര്യങ്ങൾ അഭ്യസിക്കുകയുണ്ടായി: കൈനോട്ടവും ഹോമിയോപ്പതിയും. ആ 2 വിദ്യകളിലും അദ്ദേഹത്തിന് നല്ല സാമർഥ്യമുണ്ടെന്ന് കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശം മാനിച്ച് നികുഞ്ച് പുസ്തകം വായിച്ച് തുകൽ പണിയും ഫോട്ടോഗ്രാഫിയും പഠിച്ചു. 6-7 മാസം മുമ്പ് കോളേജ് സ്ട്രീറ്റിലെ ഫുട്പാത്തിൽ മേക്കപ്പിനെ പറ്റി തടിച്ചൊരു അമേരിക്കൻ പുസ്തകം കണ്ടപ്പോൾ അത് വാങ്ങാനുള്ള ആകാംക്ഷയടക്കാൻ നികുഞ്ചിന് കഴിഞ്ഞില്ല. ആ പുസ്തകം വായിച്ചാണ് ഈ ഹോബി അയാൾ സ്വായത്തമാക്കിയത്. മേക്കപ്പിന് സാധ്യതയുള്ള യഥാർത്ഥ രംഗത്ത്, അതായത് നാടകരംഗത്ത് പ്രവർത്തിക്കാൻ നികുഞ്ചിന് വലിയ താല്പര്യമില്ല. ഒരിക്കൽ അങ്ങനെ കരുതിയതാണ്. ഒരു പുതിയ വിദ്യ അഭ്യസിച്ചിരിക്കുകയാണ്. അതൊരു തൊഴിലായി സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും? നവനട്ട് കമ്പനിയിലെ ഫൂലു ഘോഷുമായി നികുഞ്ചിന് അല്പം പരിചയമുണ്ടായിരുന്നു. 2 പേരും ഈസ്റ്റ് ബംഗാൾ ക്ലബിൻ്റെ അംഗങ്ങളായിരുന്നു. അവിടെ വെച്ചാണ് പരിചയം ആരംഭിച്ചത്. ആഹാ സ്ട്രീറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ ആഗ്രഹം നികുഞ്ച് വെളിപ്പെടുത്തിയപ്പോൾ ഫുലുഘോഷ് പറഞ്ഞു, നല്ല നിലയിൽ കഴിയുകയല്ലേ നികുഞ്ച്, പിന്നെ നാടകരംഗത്ത് വരാൻ ആഗ്രഹം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഞങ്ങളുടെ കമ്പനിയുടെ കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ അമരേഷ് ദത്തിനെ മാറ്റി ആ സ്ഥാനം നിങ്ങൾക്ക് തരുന്നതെങ്ങനെ?
കഴിഞ്ഞ 36 വർഷമായി അയാൾ മേക്കപ്പ് നടത്തുകയാണ്. ആ കല അയാൾക്ക് കാണാപ്പാടമാണ്. നിങ്ങളുടെ 6 മാസത്തെ പരിചയത്തെപ്പറ്റി കേട്ടാൽ അവർ നിങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. നോക്കിയിട്ട് വേണമല്ലോ സംസാരിക്കാൻ. അതെല്ലാം മറന്നുകള സുഹൃത്തെ. സുഖമായി കഴിയുന്ന നിലയ്ക്ക് ബുദ്ധിമുട്ടിലകപ്പെടാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നത് എന്തിനാണ്? പ്രൊഫഷണൽ മേക്കപ്പ് മാൻ ആവുക എന്ന മോഹം അന്ന് തന്നെ നികുഞ്ച് ഉപേക്ഷിച്ചു. ആ നിലയ്ക്ക് മേക്കപ്പിൻ്റെ കല അഭ്യസിച്ചിട്ട് അയാൾ എന്തു ചെയ്യാനാണ്? ആരെ മേക്കപ്പ് ചെയ്യാനാണ്? മുടി വെട്ടുന്നതിനുള്ള സലൂൺ പോലെ മേക്കപ്പ് നടത്താനുള്ള സലൂൺ ആരംഭിക്കാൻ കഴിയില്ല. തുടങ്ങിയാലും പണം നൽകി മുഖത്തിന് രൂപവ്യത്യാസം വരുത്താനായി ആരും തന്നെ വരില്ല. അപ്പോഴാണ് നികുഞ്ചിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായത്. തൻ്റെ സ്വന്തം മുഖത്തിന് എന്താണൊരു കുറവ്? സത്യം പറഞ്ഞാൽ അയാളുടെ സ്വന്തം മുഖമാകുമ്പോൾ ചില നേട്ടങ്ങളുണ്ട്, ചില നാച്ചുറൽ അഡ്വാൻറ്റേജസ്. നികുഞ്ചിൻ്റെ ശരീരത്തിൽ എല്ലാം വേണ്ട തോതിലുണ്ട്. അയാൾക്ക് ഉയരം കൂടുതലുമില്ല, കുറവുമില്ല. നിറം കറുപ്പല്ല, വെളുപ്പുമല്ല. അയാൾ സുന്ദരനുമല്ല, വിരൂപനുമല്ല. നീണ്ട മൂക്ക് നീളക്കുറവുള്ളതാക്കാൻ സാധ്യമല്ല. വളരെ വലിപ്പമുള്ളതാണെങ്കിൽ ചെറുതാക്കാനും സാധ്യമല്ല. നന്നേ കറുത്ത നിറമുള്ളയാളിനെ വെളുത്ത നിറമുള്ളവനാക്കാൻ വളരെയേറെ നിറം പുരട്ടേണ്ടി വരും. അതിൻ്റെ ഫലമായി മേക്കപ്പ് പിടിക്കപ്പെടാം. നികുഞ്ച് 2 ദിവസം തുടർച്ചയായി കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖം ശ്രദ്ധിച്ചു. എല്ലാ ദൃഷ്ടിയിലും അത് പഠനവിധേയമാക്കി. ഒടുവിൽ മേക്കപ്പ് മുഴുവൻ സ്വന്തം മുഖത്ത് തന്നെ പരീക്ഷിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ മേക്കപ്പ് നടത്തിയിട്ട് എന്താണ് പ്രയോജനം? അത്തരം മേക്കപ്പിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? 2 ലക്ഷ്യങ്ങളാണുള്ളത്. ആദ്യത്തേത് സ്വന്തം കഴിവ് അതിൻ്റെ അത്യുന്നതത്തിലെത്തിക്കുക. മറ്റൊന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കലും. പുസ്തകം വാങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മുതൽ നികുഞ്ച് മേക്കപ്പിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ആരംഭിച്ചു. മാക്സ് ഫാക്ടർ കമ്പനിയുടെ പാൻ മേക്കപ്പിൻ്റെ മഹത്വത്തെപ്പറ്റി അയാൾ മനസ്സിലാക്കിയത് പുസ്തകത്തിൽ നിന്നാണ്. അത് അമേരിക്കയിലാണ് നിർമ്മിക്കുന്നത്, കൽക്കത്തയിൽ ലഭിക്കില്ല. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിറങ്ങളാൽ നടത്തുന്ന മേക്കപ്പിന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള കുറവുകളുണ്ടാകും. അത് സംഘടിപ്പിക്കാനായി തൻ്റെ അയൽക്കാരനായ ഡോക്ടർ വിരാജ് ചൗധരിയെ സമീപിക്കേണ്ടി വന്നു. ഒരിക്കൽ നികുഞ്ചിന് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ചികിത്സിച്ചത് ഡോക്ടർ ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിലാണ് പഠിക്കുന്നത്. സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി അവൻ കുറേ ദിവസത്തെ അവധിക്ക് വരുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞു. ഡോക്ടറെ സമീപിച്ച് മുഖവരെയൊന്നും കൂടാതെ അയാൾ പറഞ്ഞു, താങ്കളുടെ മകൻ എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നാൽ ഞാനത് കിട്ടിയാലുടൻ വില തരാം. എന്താണത്? കുറേ നിറങ്ങൾ, മേക്കപ്പിനുള്ള നിറങ്ങൾ. ഞാൻ പേരെഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ കിട്ടില്ല. ശരി, പേരും മറ്റ് വിശദ വിവരങ്ങളും പറയൂ, ഞാൻ എഴുതാം. 3-ാമത്തെ ആഴ്ചയിൽ മാക്സ് ഫാക്ടറിൻ്റെ നിറങ്ങളെത്തി. അതിനു മുമ്പ് തന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു. ബ്രഷ്, സ്പിരിറ്റ്, പശ, പുരികം വരയ്ക്കാനുള്ള പെൻസിൽ, കൃത്രിമ പല്ലുണ്ടാക്കാൻ കറുത്ത നിറമുള്ള ഇനാമൽ പെയിൻറ്റ്, നരച്ച മുടിയുണ്ടാക്കാൻ വെള്ള പെയിൻറ്റ്, കൃത്രിമ മുടിയുണ്ടാക്കാൻ തീരെ നേർത്ത വല. ഇവയ്ക്ക് പുറമെ കുറേ മുടിയും വാങ്ങേണ്ടി വന്നു. ആ വലയിൽ അവ ഓരോന്നായി കോർത്ത് നികുഞ്ച് സ്വയം 20 തരം താടിയും മീശയും മുടിയും ഉണ്ടാക്കുകയുണ്ടായി. പരുക്കൻ, മൃദുലമുള്ളത്, കോലൻ, ചുരുളൻ, നരച്ചത് തുടങ്ങി എല്ലാ തരത്തിലുമുള്ള മുടികൾ അയാൾ തയ്യാറാക്കി. പക്ഷേ മുഖത്തിന് മാറ്റം വരുത്തുന്നതുകൊണ്ട് മാത്രം കാര്യം നടപ്പില്ല. ഒപ്പം വേഷം മാറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യം നടക്കുക? ഷൂ മാർക്കറ്റ്, ബഡാ ബസാർ, ഗ്രാൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് സ്വന്തം അളവിലുള്ള വേഷങ്ങൾ ശേഖരിക്കുന്നതിൽ നികുഞ്ചിന് 7 ദിവസം വേണ്ടിവന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എത്ര കിട്ടാനാണ്? അതിനാൽ തുന്നൽക്കാരനെ കൊണ്ട് ചിലത് തുന്നിക്കേണ്ടതായും വന്നു. വസ്ത്രങ്ങൾ മാത്രമല്ല, ഒപ്പം ധരിക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കളും. 7 തരം കണ്ണട, 12 തരത്തിലുള്ള ചെരുപ്പ്, ഷൂസ്, ചപ്പൽ, 10 തരം തൊപ്പി. അക്കൂട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ തൊപ്പിയും വാങ്ങാൻ അയാൾ മറന്നില്ല.
പകിടി വയ്ക്കാൻ 5 തരത്തിലുള്ള തുണി, 5 തരം റിസ്റ്റ് വാച്ച്, സിക്കുകാർ അയാളുടെ കൈകളിൽ ധരിക്കുന്ന മട്ടിലുള്ള ലോഹവള, നൂല്, മന്ത്രച്ചരട്, ഏലസ്, പൂണൂൽ, തുളസിമാല, സന്യാസിമാർ ധരിക്കുന്ന മട്ടിലുള്ള രുദ്രാക്ഷം, ഉസ്താദ്മാർ കാതിലണിയുന്ന തരത്തിലുള്ള കൃത്രിമ വജ്രം എന്നു വേണ്ട നികുഞ്ച് ഒന്നും തന്നെ വേണ്ടെന്ന് വെച്ചില്ല. ഒരു വലിയ കണ്ണാടിയും അതിൻ്റെ ഫ്രെയിമിനെടുത്ത് സ്ഥാപിക്കാനായി നല്ല വെളിച്ചം പകരുന്നൊരു ബൾബും വാങ്ങേണ്ടി വന്നു. ലോഡ് ഷെഡിംഗ് ഉണ്ടായാലും കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കാൻ ഒരു ജാപ്പനീസ് ജനറേറ്ററും നികുഞ്ചിന് വാങ്ങേണ്ടതായി വന്നു. ജനറേറ്റർ പ്രവർത്തിക്കേണ്ട വിധം വേലക്കാരൻ നിതായിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അഗ്രഹായണ മാസം 16-ാം തീയതി മുതലാണ് മേക്കപ്പ് തുടങ്ങിയത്. ഡയറിയിൽ നികുഞ്ച് തീയതി കുറിച്ചിട്ടു. രാവിലെ 8:30 മണിക്ക് മേക്കപ്പ് ആരംഭിച്ചാൽ അത് പൂർത്തിയാകുമ്പോഴേക്കും വൈകുന്നേരം 4:30 ഇടത്തരക്കാരായ ഏതെങ്കിലും ഒരാളുടെ മേക്കപ്പ് ഇടുന്നതാകും നല്ലതെന്ന് നികുഞ്ച് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. വഴിയിൽ അലയുന്ന ഭിക്ഷക്കാരൻ്റെയോ കൂലിക്കാരൻ്റെയോ തൊഴിലാളിയുടെയോ മേക്കപ്പ് അണിയുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? മേക്കപ്പ് തികച്ചും ഭംഗിയായോ എന്ന കാര്യം ന്യൂ മഹാമായ ക്യാബിനിൽ വെച്ചാണ് പരീക്ഷിക്കപ്പെടുക. അതിനാൽ ന്യൂ മഹാമായ ക്യാബിനിലിരുന്ന് ചായ കുടിക്കാൻ കഴിയുന്ന വർഗത്തിൽപ്പെട്ട ആരുടെയെങ്കിലും മേക്കപ്പ് വേണം ധരിക്കാൻ. ആദ്യ ദിവസം തന്നെ അയാൾ ശരിക്കും കസറി. കറുത്ത് തടിച്ച പുരുകവും അതിന് ചേർന്ന് ചൂലി പോലുള്ള വലിയ മീശയുമായി നികുഞ്ച് മുക്തിയാരുടെ വേഷം കെട്ടി. വെളുത്ത പാൻറ്റും മുക്തിയാർമാർ ധരിക്കുന്ന തരത്തിലുള്ള കോട്ടും, കയ്യിൽ ഒരു പഴയ ബ്രീഫ് കേസ്, കാലിൽ തേഞ്ഞ വളരെ പഴക്കം ചെന്ന ഷൂസ്, ഇലാസ്റ്റിക് ഇല്ലാത്ത വെളുത്ത കാലുറകൾ. പഞ്ചാനൻ വന്ന് അയാളുടെ മേശയ്ക്കരികിൽ തന്നെ ഇരുന്നു. ചായ കുടിച്ച് തീരുന്നതുവരെ നികുഞ്ചിന് ഹൃദയമിടിപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ മുൻപിലിരിക്കുന്ന അപരിചിതൻ്റെ നേരെ ചിലർക്ക് എത്ര താല്പര്യക്കുറവ് അനുഭവപ്പെടാമെന്ന്, വിശേഷിച്ച് അയാളുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ എന്ന് നികുഞ്ചിന് മനസ്സിലായി. പഞ്ചാനൻ അയാളുടെ നേരെ നോക്കിയെങ്കിലും ശ്രദ്ധിച്ചില്ല. പന്തയ കുതിരകളെ പറ്റിയുള്ള പുസ്തകം ഇടത് കൈകൊണ്ട് മറിച്ച് വായിച്ചുകൊണ്ടിരുന്നു. വലത് കയ്യിലിരുന്ന് സ്പൂൺ ഉപയോഗിച്ച് ഓംലെറ്റ് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നികുഞ്ച് വെയിറ്ററോട് ബില്ല് ആവശ്യപ്പെട്ടപ്പോഴും പഞ്ചാൻ്റെ കണ്ണുകൾ അയാളുടെ നേരെ ഉയർന്നില്ല. ആ നിമിഷത്തിൽ അയാൾക്ക് അത്ഭുതം അനുഭവപ്പെട്ടു. ആശ്ചര്യകരമായ ഒരാനന്ദം ലഭിച്ചു. ഇന്നു മുതൽ തൻ്റെ ഏക ജീവിത ലക്ഷ്യം ഇതായിരിക്കുമെന്ന് നികുഞ്ച് അന്ന് തന്നെ നിശ്ചയിച്ചു. അന്ന് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ വളരെ രസകരമായ സംഭവമുണ്ടായി. അതുണ്ടാകുക തന്നെ ചെയ്യുമെന്ന് നികുഞ്ച് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. 1-ാം നിലയിൽ മുൻഗേറ്റിന് സമീപത്തുള്ള ഫ്ലാറ്റിലാണ് ശശി ബാബു പാർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലിരുന്നാൽ വരുന്നവരെയും പോകുന്നവരെയുമെല്ലാം കാണാം. 7:15 നികുഞ്ച് മടങ്ങി വന്നു. അന്ന് ലോഡ് ഷെഡിംഗ് ഉണ്ടായില്ല. അതിനാൽ മുൻപിലുള്ള ഇടനാഴിയിൽ ബൾബ് തെളിയുന്നുണ്ടായിരുന്നു. മുക്തിയാർ വേഷധാരിയായി നികുഞ്ച് അകത്ത് കടന്ന ഉടനെ ശശി ബാബു വിളിച്ചു ചോദിച്ചു, ആരെയാണ് കാണേണ്ടത്? നികുഞ്ച് നിമിഷങ്ങളോളം സംശയിച്ചു നിന്നു. അത് കഴിഞ്ഞ് ശശി ബാബുവിൻ്റെ വാതിലിന് നേരെ നീങ്ങി. ഇപ്പോൾ അവർ പരസ്പരം അഭിമുഖമായി നിൽക്കുകയാണ്. ശശി ബാബു വീണ്ടും ചോദിച്ചു, ആരെയാണ് സാഹബ് തിരയുന്നത്? നികുഞ്ച് സാഹ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ, 2-ാം നിലയിൽ വലതുവശത്തായാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. മറുപടി നൽകിയ ശേഷം ശശി ബാബു പിന്തിരിഞ്ഞു. അടുത്ത നിമിഷം തന്നെ പുരികവും മീശയും നീക്കം ചെയ്ത ശേഷം നികുഞ്ച് പറഞ്ഞു, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നികുഞ്ചിൻ്റെ നേരെ നോക്കിയ ശശിബാബുവിൻ്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നുപോയി. ഇതെന്താ, ഇത് നികുഞ്ചാണല്ലോ. നികുഞ്ച് ശശിബാബുവിൻ്റെ മുറിക്കകത്തേക്ക് കടന്നു. ഇദ്ദേഹത്തോട് വിവരം പറയണം. കെട്ടിടത്തിൽ താമസിക്കുന്ന ആരെങ്കിലും ഒരാളോട് വിവരം പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് നേട്ടവുമുണ്ട്. ശശിയേട്ടാ, ഞാനിങ്ങനെ ചിലപ്പോൾ മേക്കപ്പ് പണിയും. ചില ദിവസങ്ങളിൽ ഡോക്ടർ, ചില ദിവസങ്ങളിൽ മുക്തിയാർ, ചിലപ്പോൾ സിഖ്, മറ്റ് ചിലപ്പോൾ മാർവാടി.
ഉച്ച കഴിഞ്ഞ് 3-4 മണിയാകുമ്പോൾ പുറത്തേക്ക് പോകും. വൈകുന്നേരം മടങ്ങി വരും. താങ്കളുടെ അടുത്ത് വന്ന് മേക്കപ്പ് നീക്കം ചെയ്യും. നമ്മൾ 2 പേരും ഒഴികെ വേറെ ആരും ഈ വിവരം അറിയാൻ ഇടവരരുത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു താല്പര്യം തോന്നിയതിന് കാരണം നാടകത്തിലോ മറ്റോ? ഇല്ലില്ല, നാടകത്തിലൊന്നും താല്പര്യമില്ല. ഇതൊരു തരം പരീക്ഷണമാണ്. താങ്കൾക്ക് മനസ്സിലാകും. അതിനാലാണ് പറയുന്നത്. വേറെ ആരോടും താങ്കൾ ഇക്കാര്യം ചർച്ച ചെയ്യാതിരിക്കണമെന്ന് മാത്രം. ഇതെൻ്റെ അപേക്ഷയാണ്. ശശിബാബു മാന്യനാണ്. ആ പ്രദേശത്തുള്ള ബക്കിം വായനശാലയിൽ ലൈബ്രറിയനാണ്. സ്വയം ഒരു പുസ്തക പുഴുവാണ്. അതിനാൽ നികുഞ്ചി പറഞ്ഞത് സമ്മതിച്ചു. തെറ്റായ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിൽ നല്ലത് തന്നെ. ആളുകൾക്ക് എത്രയോ തരത്തിലുള്ള ഹോബികൾ കാണാം. വളരെ അധ്വാനം ആവശ്യമുള്ള പണിയാണ്. ധാരാളം സമയവും വേണം. അതിനാൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ മേക്കപ്പ് ചെയ്യാൻ കഴിയൂ എന്ന കാര്യം നികുഞ്ചിന് മുമ്പേ അറിയാമായിരുന്നു. എങ്കിലും ശേഷിച്ച സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ തടസ്സമൊന്നും തന്നെയില്ല. ഒഴിവു സമയത്ത് നികുഞ്ച് നഗരത്തിലാകെ ചുറ്റിത്തിരിഞ്ഞ് ആളുകളെ പഠിക്കും. ഒരു ദിവസം ന്യൂ മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് ഇക്കാര്യത്തിൽ ന്യൂ മാർക്കറ്റ് ഒരു രത്നഖനിയാണെന്ന കാര്യം അയാൾ മനസ്സിലാക്കിയത്. ഇതിന് പുറമെയാണ് കളിസ്ഥലങ്ങൾ. ഹിന്ദി സിനിമ കാണാനും വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നവരുണ്ട്. താല്പര്യം ജനിക്കുന്ന ആളുകളെ കണ്ടാൽ നികുഞ്ച് വിവരം നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തും. എന്തെങ്കിലും കാരണമുണ്ടാക്കി അവരുമായി ചിലതെല്ലാം സംസാരിക്കുകയും ചെയ്യും. സമയം എത്രയായി സുഹൃത്തെ? എൻ്റെ വാച്ചങ്ങ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഗിയാഹാട്ടിലേക്ക് പോകാൻ എത്ര നമ്പർ വണ്ടിയിലാണ് കയറേണ്ടതെന്നറിയാമോ? തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ കാര്യം സാധിക്കും. മേക്കപ്പ് ചെയ്യാത്ത ദിവസങ്ങളിൽ സാധാരണ വേഷത്തിൽ അയാൾ ന്യൂ മഹാമായ ക്യാബിനിൽ ചെന്നിരിക്കും. അവിടെ വരാറുള്ള 3-4 പരിചയക്കാരുമായി കുശലം പറഞ്ഞ് 1-2 വട്ടം ചതുരംഗ കളിച്ച ശേഷം വൃന്ദാവൻ ബസാക് ലൈനിലുള്ള സ്വന്തം ഫ്ലാറ്റിലേക്ക് മടങ്ങിപ്പോരും. അയാളുടെ വേലക്കാരൻ നിതായി, ഇപ്പോഴും പയ്യനാണ്, തൻ്റെ യജമാൻ്റെ വേഷം കെട്ടലിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. നികുഞ്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ വസ്തുക്കൾ അവൻ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ അവൻ ബുദ്ധിയുള്ളവനാണെന്ന് പറയാൻ കഴിയില്ല. എന്നെ തിരിച്ചറിയാമോ? ഹാ, ഒരാട്ടി വെച്ച് തരും. നിന്റെ യജമാനെ പോലെ തോന്നിപ്പിക്കുമെന്നാണോ നിന്റെ വിചാരം? അങ്ങാണെൻ്റെ യജമാനൻ. ഇക്കാര്യം ശരിക്കും അറിയാം. നിന്റെ യജമാനൻ ഇത്ര മീശയും ഇത്തരത്തിലുള്ള കഷണ്ടിയുമുള്ള തലയുമാണോ ഉള്ളത്? നിന്റെ യജമാനൻ ഇത്തരം വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്? ഇത്തരം കണ്ണടയാണോ ധരിക്കുന്നത്? ഇത്തരം ചാദറാണോ പുതയ്ക്കുന്നത്? നിതായി പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് വാതിലിൽ ചാരി നിൽക്കും. തൻ്റെ വേഷമാറ്റം വിഡ്ഢികൾക്കുള്ളതല്ലെന്ന് നികുഞ്ചിനറിയാം. അവർക്ക് എങ്ങനെയാണ് ഈ കല മനസ്സിലാക്കാൻ കഴിയുക? പക്ഷേ 3-4 പേരെ വിഡ്ഢികളാക്കിയതുകൊണ്ട് മാത്രം അവസാനിക്കേണ്ടതാണോ സ്വന്തം കല? ഈ ചോദ്യം കുറേ ദിവസമായി അയാളുടെ തലച്ചോറിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ ഉയർന്ന മോഹങ്ങൾ ആകാശത്തെ തൊടാൻ ആഗ്രഹിക്കുന്നതായി അയാൾക്ക് മനസ്സിലായി. അയാളുടെ കലയ്ക്ക് എത്രത്തോളം എത്താൻ കഴിയുമെന്ന കാര്യം അറിയാനും രഹസ്യമായി അയാൾക്ക് മോഹമുണ്ട്. കുറേ ദിവസത്തിനകം തന്നെ ആ മോഹം പരീക്ഷിക്കാനുള്ള ഒരു നല്ല സന്ദർഭം അയാൾക്ക് ലഭിച്ചു. ആ ബിൽഡിങ്ങിൽ തന്നെ പാർക്കുന്ന കുറേ പേർ ശശിബാബുവിൻ്റെ മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. നികുഞ്ചും അവിടെ ഉണ്ടായിരുന്നു. ഭുജംഗ ബാബു കുറേ നേരം ധർമ്മസംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ പ്രാണായാമം, നിശ്വാസം തടയൽ, നിശ്വാസമോചനം, മൂക്കുപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുക പതിവാണ്. സന്യാസിയാകാൻ ശ്രമിക്കുന്നതിനിടെ ലൗകിക ജീവിതം നയിക്കാനിടയായ ആളാണ് അദ്ദേഹമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. എങ്കിലും അനേകം സന്യാസികളുമായി അദ്ദേഹത്തിന് പരിചയമുണ്ട്. കുണ്ടു സ്പെഷ്യലിൽ കയറി കേദാർനാഥ്, ബദരിനാഥ്, കാശി, കാമാക്യ ആദിയായ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുള്ള ആളാണ്. താരാപീഠത്തിലൊരു സന്യാസി പർണശാല കെട്ടി പാർക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് മുമ്പിൽ പുരാതന കാലത്തെ സന്യാസി വര്യന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് പേര് പറഞ്ഞത്? ബാങ്ക് ജീവനക്കാരൻ ഹർവിലാസ് ചോദിച്ചു.
അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. വിരക്തഭാവത്തിൽ ഭുജംഗ ബാബു പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിയും. അത് കാരണം കണ്ണട മൂക്കിൽ നിന്ന് തെന്നിമാറും. എക്കൽ ബാബയാണോ? ഹാറുവിലാസ് ചോദിച്ചു. എക്കൽ ബാബ എന്ന പേരുള്ള ഒരു സന്യാസിയുടെ കഥ പത്രങ്ങളിൽ വന്നിരുന്നു. ഭക്തന്മാരുമായി സംസാരിക്കവേ ചിലപ്പോൾ അദ്ദേഹത്തിന് തുടർച്ചയായി എക്കളുണ്ടാകും. അത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യമെടുത്തുവെന്ന് തോന്നും. പക്ഷേ അല്പസമയത്തിനകം തന്നെ തനിക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ അദ്ദേഹം പെരുമാറുന്നത് കാണാം. അവിടെ സന്നിഹിതരായിരുന്ന ഡോക്ടർമാർ പോലും പറഞ്ഞത് അത്തരമെക്കൽ മരണസമയത്ത് പതിവുള്ള എക്കളാണെന്നാണ്. വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് കണ്ണട ശരിപ്പെടുത്തിയിട്ട് ഭുജംഗ ബാബു പറഞ്ഞു, സന്യാസിയുടെ പേര് കാളികാനന്ദ സ്വാമി എന്നാണ്. താങ്കളും വരാമോ? ഇൻഷുറൻസ് ഏജന്റ് തനയെ ബാബു ചോദിച്ചു. താങ്കൾ വരുന്നെങ്കിൽ ഒപ്പം ഞാനും വരാം. സന്യാസിയെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. കൽക്കത്തയിലെ ഈ മൊത്തവില അശ്ലീലത ഇപ്പോൾ വിരസമായി തോന്നിക്കുന്നു. തനിക്കും പോകണമെന്നുണ്ടെന്ന് ഭുജംഗ ബാബു പറഞ്ഞു. മറ്റൊന്നും പറയാതെ നികുഞ്ച് 2ാം നിലയിലുള്ള തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. തൻ്റെ ഞരമ്പുകളിൽ രക്തം എത്ര വേഗത്തിലാണ് പ്രവഹിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താന്ത്രികനാകാൻ എന്തെല്ലാം വസ്തുക്കൾ വേണം, എന്തെല്ലാം തൻ്റെ പക്കലുണ്ട്, ഇനി എന്തെല്ലാമാണ് സംഘടിപ്പിക്കേണ്ടി വരിക, ഇക്കാര്യം മനസ്സിലാക്കണം. ഭഗീം രചനാവലി എടുത്ത് കപാല കുണ്ടല തന്ത്രികരുടെ വർണ്ണന അയാൾ ശരിക്കും മനസ്സിരുത്തി വായിച്ചു. ഇന്നും ആ വർണ്ണന ഇന്നത്തെ സന്യാസിമാരിൽ പഴയതുപോലെ തന്നെ പ്രസക്തമാണ്. സന്യാസിമാരുടെ മുഖം പഴയ കാലത്ത് ഏതു വിധത്തിലായിരുന്നുവോ അങ്ങനെ തന്നെയാണ് ഇന്നും. നികുഞ്ചൊരിക്കൽ ബനാറസിൽ പോയിരുന്നു. ദശാശ്വമേധ ഘാട്ടിൽ ചെന്നപ്പോൾ പ്രാചീന ഭാരതം ഇന്നും അവിടെ നിലനിൽക്കുന്നതായി അയാൾക്ക് തോന്നി. തൻ്റെ പദ്ധതി നികുഞ്ച് തീരുമാനിച്ചു. ബീർഭൂമിയിലാണ് താരാപീഠം. രാംപൂർ അങ്ങാടിയിൽ നികുഞ്ചിൻ്റെ ചെറിയച്ഛൻ്റെ മകൻ പാർക്കുന്നുണ്ട്. താന്ത്രികൻ്റെ വേഷം ധരിക്കാനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പോടും കൂടി അങ്ങോട്ട് പോകും. അവിടെ വെച്ച് താന്ത്രിക വേഷം ധരിച്ചിട്ട് താരാപീഠത്തിലെത്തും. അത് കഴിഞ്ഞാണ് അയാൾ പരീക്ഷിക്കപ്പെടുക. സന്യാസിമാരുടെ തിരക്കിൽ താൻ മുങ്ങിപ്പോകുമോ ഇല്ലയോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഭുജംഗ ബാബുവും അവിടെ കാണും. പ്രച്ഛന്ന വേഷത്തിൽ അയാളെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് നോക്കാം. വടിയും ചവണയും കമണ്ടലവും ഒഴികെ താന്ത്രികൻ്റെ വേഷം ധരിക്കാനാവശ്യമായ മിക്ക വസ്തുക്കളും നികുഞ്ചിൻ്റെ പക്കലുണ്ടായിരുന്നു. എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയുണ്ടായിരുന്നു. അത് ജട പോലെയാക്കിയാൽ മതി. ഈ കൃത്യം അയാൾ ചെയ്യും. അക്കാര്യത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല. ഭുജംഗ ബാബു ബുധനാഴ്ച സകുടുംബം യാത്ര തിരിക്കുമെന്നറിഞ്ഞതോടെ നികുഞ്ച് ചൊവ്വാഴ്ച തന്നെ യാത്രയായി. നേരത്തെ തന്നെ സന്തോഷിനെ വിവരമറിയിച്ചു. എന്തിനാണ് താൻ വരുന്നതെന്ന് മാത്രം പറഞ്ഞില്ല. സന്തോഷിന് 32 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ വർഷമാണ് അയാളുടെ പിതാവ് മരിച്ചത്. രാംപൂർ അങ്ങാടിയിലെ പൂർണിമ സിനിമാ തിയേറ്ററിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഉടമസ്ഥാവകാശം സന്തോഷിന് ലഭിച്ചിരിക്കുന്നു. ഹിന്ദി സിനിമകൾ തുടർച്ചയായി പ്രദർശിപ്പിച്ച് അയാൾ ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു. ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം നികുഞ്ചിൻ്റെ പദ്ധതിയിൽ ഏതോ വലിയ സാഹസിക കൃത്യത്തിൻ്റെ ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടത്. അയാൾ പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നികുഞ്ചേട്ടാ, എൻ്റെ കാറിൽ കയറ്റി നേരെ ശ്മശാനത്തിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ എത്തിക്കാം. താരാപീഠത്തിലെ ശ്മശാന ഘട്ടത്തിൽ തന്നെയാണ് ക്ഷേത്രമെന്നും ശ്മശാനത്തിലാണ് സന്യാസിമാർ കൂടാരമടിച്ച് പാർക്കുന്നതെന്നുമുള്ള കാര്യം നികുഞ്ചിന് ഓർമ്മയില്ലായിരുന്നു. താരാപീഠത്തിലെ പ്രസിദ്ധ സന്യാസി വാമാക്കിയായ ശ്മശാനത്തിൽ തന്നെയാണ് സാധന നടത്തിയിരുതെന്ന കാര്യം ശരിയാണല്ലോ എന്ന് ഓർമ്മ വന്നത് സന്തോഷ് പറഞ്ഞപ്പോഴാണ്. വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ നികുഞ്ച് താന്ത്രികൻ്റെ വേഷം ധരിക്കാൻ ആരംഭിച്ചു. താടിയും മീശയും ധരിച്ചു കഴിഞ്ഞതോടെ അയാളെ തിരിച്ചറിയുക വിഷമമായി തീർന്നു. നെറ്റിയിൽ ചന്ദനക്കുറിയും ചുവന്ന പൊട്ടും ചാർത്തിയ ശേഷം അയാൾ 3 വലിയ രുദ്രാക്ഷമാലകൾ കഴുത്തിലണിഞ്ഞു. കാവ്യ വസ്ത്രം കൂടി ധരിച്ചു കഴിഞ്ഞതോടെ സന്തോഷ് ചാടി എഴുന്നേറ്റ് നികുഞ്ചിനെ നിരന്തരം പ്രണമിക്കാൻ ആരംഭിച്ചു. ഹോ ഹോ, എത്ര അസലായിരിക്കുന്നു നികുഞ്ചേട്ടാ! ഒരു കുഞ്ഞിനും നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ.
അതല്ലായിരുന്നുവെങ്കിൽ ഞാനും വെടിയായേനെ. ഈ ചുരുങ്ങിയ കാലത്തിനിടെ വേഷം മാറുന്ന കലയിൽ അയാൾ അത്രയേറെ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞിരുന്നു. അതിനാൽ ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴേക്കും മേക്കപ്പ് പൂർത്തിയായി. ചവണയും കമണ്ടലവും പുതിയത് വാങ്ങിയിരുന്നു. അതിനാൽ അല്പം മേക്കപ്പ് നടത്തി അവയും പഴക്കം തോന്നിപ്പിക്കുന്നവയാക്കി. 4 മണിയായപ്പോഴേക്കും നികുഞ്ച് സാഹ അഥവാ ധനാന്ത് മഹാരാജ് പൂർണ്ണമായും തയ്യാറായി. ഏതെങ്കിലും ഒരു പേരില്ലാതെ കാര്യം നടപ്പില്ല. എങ്കിലും താൻ ഇടയ്ക്കിടെ ഓം എന്ന് മന്ത്രിക്കില്ലെന്ന് നികുഞ്ച് തീരുമാനിച്ചു. സന്യാസിമാരുടെ ലോകം വ്യത്യസ്തമാണ്. സാധാരണക്കാരോട് സംസാരിക്കേണ്ട ആവശ്യം അവർക്കില്ല. വെറും ഒരു സന്തോഷത്തിനാണ് പേര്. അയാൾ തന്നെ പറഞ്ഞു, നീ കാറിൽ നിന്നിറങ്ങുമ്പോൾ ആളുകൾ നിന്നെ വലയം ചെയ്യും. ആരാണെന്ന് ആളുകൾ ചോദിച്ചാൽ അവരോട് പറയാൻ ഒരു പേര് വേണമല്ലോ. ധനാനന്ദ് എന്ന പേര് പ്രൗഢിയുള്ള പേരാണ്. സന്തോഷ് തികച്ചും ചിന്താരഹിതനായി തീർന്നു. മിക്കപ്പോഴും സന്തോഷ് സ്വയം കാർ ഓടിക്കുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ അയാൾ ഒരു ഡ്രൈവറെ ഒപ്പം കൂട്ടി. എനിക്ക് സന്യാസിയോടൊപ്പം ചുറ്റിത്തിരിയേണ്ടതായി വരും. കാറ് നീ നോക്കിക്കൊള്ളണം. പക്ഷേ നികുഞ്ചൂരി കാര്യം സന്തോഷിനോട് തുറന്നു പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിക്കുന്നു. കാളികാനന്ദനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് ചുറ്റും 5-6 സന്യാസിമാർ കണ്ടേക്കുമെന്നല്ല, തീർച്ചയായും കാണുമെന്ന് തന്നെ പറയാം. ആ സംഘത്തിൽ ഞാനും ചേരും. എന്നിൽ നിന്നകന്ന് ഭക്തന്മാരോടൊപ്പം നീ പോയിരിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നികുഞ്ചേട്ടാ. സന്തോഷിൻ്റെ കാർ താരാപീഠ ശ്മശാനത്തിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ 1/2 മണിക്കൂർ സമയം ബാക്കിയുണ്ടായിരുന്നു. മറ്റ് പ്രാചീന ക്ഷേത്രങ്ങളിൽ പതിവുള്ളത്ര തിരക്ക് അവിടെയുമുണ്ടായിരുന്നു. പാണ്ഡകളുടെ തിരക്ക്. റോഡിനിരുപുറത്തുമുള്ള റോഡിൽ ബന്ദിപ്പൂമാലകൾ, കുങ്കുമം, വർണ്ണപ്പൊടികൾ, പുസ്തകങ്ങൾ, കലണ്ടറുകൾ, ചായ, ബിസ്ക്കറ്റ്, എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ജിലേബിയിൽ പറ്റിയിരിക്കുന്ന ഈച്ചകൾ തുടങ്ങി എല്ലാം. ന്യൂ മഹാമായ ക്യാബിനിലേതിനു ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് നികുഞ്ചന് അത്ഭുതകരമായി തോന്നൽ അനുഭവപ്പെട്ടത്. കാവ്യവസ്ത്രം ധരിച്ചവരെ കണ്ടാലുടനെ ആളുകളുടെ മനസ്സിൽ ഭക്തിഭാവം ഉണരുന്നത് തികച്ചും ആശ്ചര്യകരമായ കാര്യമാണ്. കാറിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ ആളുകൾ നമസ്കരിക്കാൻ ആരംഭിച്ചത് നികുഞ്ച് ശ്രദ്ധിച്ചു. കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമെല്ലാം അക്കൂട്ടത്തിലുണ്ട്. നികുഞ്ചിൻ്റെ കൈ യാന്ത്രികമായി ആശീർവാദ മുദ്രയിൽ ഉയർന്നു. അയാൾ മുമ്പോട്ട് നീങ്ങി തുടങ്ങി. പിന്നീട് അയാൾക്ക് കൈ താഴ്ത്താനേ അവസരം ലഭിച്ചില്ല. സന്തോഷമൊപ്പമില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ഒരിടത്ത് തന്നെ നിൽക്കേണ്ടി വന്നേനെ. സഹോദര, അല്പമൊന്ന് നീങ്ങിക്കേ. അമ്മേ, കടന്നു പോകാൻ വഴി തരൂ, വഴി തരൂ. ഇത്തരം അഭ്യർത്ഥന വഴി സന്തോഷ് നികുഞ്ചിനെ ആളൊഴിഞ്ഞൊരു സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 4 പാടും സന്യാസിമാർക്ക് കുറവൊന്നും തന്നെയില്ല. അതിനാൽ നികുഞ്ചിനെ മാത്രമായി ആളുകൾ ശ്രദ്ധിക്കാൻ തക്ക കാരണമൊന്നും തന്നെയില്ലായിരുന്നു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ അല്പം അകലെ അരയാലിൻ്റെ ചുവട്ടിൽ ആളുകൾ കൂടിയിരിക്കുന്നത് നികുഞ്ച് കണ്ടു. കാവ്യവേഷത്തിനൊപ്പം മറ്റ് നിറങ്ങളും അവിടെ കാണപ്പെടുന്നുണ്ടായിരുന്നു. സന്തോഷ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണം. കാളികാനന്ദ് അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താങ്കളെ എത്തിക്കുന്നതോടെ എൻ്റെ ജോലി തീരും. ഞാൻ താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. പോകണമെന്ന് തോന്നുമ്പോൾ എന്നോട് ആംഗ്യം കാട്ടിയാൽ മതി. ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. സന്തോഷ് നോക്കിയിട്ട് വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കാളികാനന്ദൻ്റെ ചുറ്റുമാണ് ആ ആൾക്കൂട്ടം. നികുഞ്ചേട്ടാ, നിങ്ങൾ നേരെ മുമ്പോട്ട് പോയിക്കൊള്ളൂ. ആരെയും ഭയപ്പെടണ്ട. അല്ലെങ്കിൽ തന്നെ നികുഞ്ചിന് ചിന്തയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയതോടെ അയാൾക്ക് സഹജത കൈവരിക്കാനും പരമസംതൃപ്തി അനുഭവിക്കാനും കഴിഞ്ഞു. മേക്കപ്പിൽ തനിക്ക് തുല്യരായി ആരുമില്ലെന്ന കാര്യം അയാൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. തിരക്കുണ്ടായിരുന്ന ദിക്കിലേക്ക് നികുഞ്ച് നീങ്ങി. വഴിയിൽ 1-2 പേർ അയാളെ നമസ്കരിച്ചു. രീതിക്കനുസരിച്ച് നികുഞ്ച് കൈ ഉയർത്തി ആശീർവദിച്ചു. ഉദാത്ത കണ്ടത്തിൽ നിന്ന് ഉയരുന്ന സ്വരം അല്പം അകലെ വെച്ച് തന്നെ കേൾക്കാമായിരുന്നു. നികുഞ്ച് മുമ്പോട്ട് നീങ്ങിയതനുസരിച്ച് ശബ്ദം ഉച്ചത്തിലായി. കുറേ കൂടി മുമ്പോട്ട് നീങ്ങിയപ്പോൾ കാളികാനന്ദനെ കാണാൻ കഴിഞ്ഞു. പുലിയുടേതുപോലുള്ള മുഖം, ഇരിക്കുന്നതും പുലിത്തോലിൽ തന്നെ.
അവിടെ ഇരുന്ന് അദ്ദേഹം ഭക്തന്മാരോട് പ്രഭാഷണം നടത്തുകയാണ്. പറയുന്നതെല്ലാം അർത്ഥരഹിതമായ കാര്യങ്ങളാണ്. എങ്കിലും പറയുന്ന രീതിക്ക് സവിശേഷതയുണ്ട്. കണ്ണുകളിൽ നോക്കുമ്പോഴും സവിശേഷമായ എന്തോ കാണാനുണ്ട്. കൃഷ്ണമണിക്ക് ചുറ്റും സാധാരണഗതിയിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഭാഗം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റോസ് നിറമാണ്. കഞ്ചാവ് വലിക്കുന്നതിൻ്റെ ഫലമാണോ? ആണെന്നും വരാം. ഭക്തന്മാരുടെ എണ്ണം 50-ലധികം വരില്ല. പുതുതായി 1-2 പേർ വീതം വരുന്നുണ്ട്. ഭുജംഗ ബാബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അക്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ആ തിരക്കിനിടയിൽ തനേ ബാബുവും തീർച്ചയായും കാണും. കാളികാനന്ദൻ്റെ ഇരുവശത്തും പിന്നിലും വേറെയും കാവ്യവേഷക്കാർ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും താടിയും മീശയും ജടയുമുണ്ട്. രുദ്രാക്ഷമാലകളും ശരീരമാസകലം ഭസ്മക്കുറിയുമുണ്ട്. അതായത് നികുഞ്ചിൻ്റെയും അവരുടെയും മുഖങ്ങൾ തമ്മിൽ അന്തരം കണ്ടെത്തുക വിഷമമാണ്. ജനക്കൂട്ടത്തിന് നടുവിലൂടെ നികുഞ്ച് സന്യാസിമാരുടെ അരികിലേക്ക് മുന്നേറി. എവിടെ നിന്നോ ഒരു ഗാനത്തിൻ്റെ വരികൾ കേട്ടു. ഗാനത്തിൻ്റെ വരികൾ പെട്ടെന്ന് കൂടുതൽ വ്യക്തമായി. എന്താണ് കാരണം? മറ്റൊന്നുമല്ല, കാളികാനന്ദ് പ്രഭാഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. നികുഞ്ചിൻ്റെ കണ്ണുകൾ സന്യാസിയുടെ നേർക്കുയർന്നു. കാളികാനന്ദ് അയാളുടെ നേരെ നോക്കുകയായിരുന്നു, ഈമ പൂട്ടാതെ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. നികുഞ്ച് നിന്നുപോയി. മറ്റ് സന്യാസിമാരുടെയും ഭക്തരുടെയും ദൃഷ്ടിയും അയാളുടെ നേർക്ക് തന്നെയായിരുന്നു. കാളികാനന്ദ് ഉദാത്ത സ്വരത്തിൽ ചോദ്യമുന്നയിച്ചു. സന്യാസിയുടെ വേഷം ധരിച്ചിരിക്കുകയാണോ? അതെന്തിനാണ്? കാവ്യവസ്ത്രം ധരിച്ചെന്ന് കരുതി സന്യാസിയാകുമോ? കഴുത്തിൽ രുദ്രാക്ഷമാലയണിഞ്ഞാൽ സന്യാസിയാകുമോ? ദേഹത്ത് ഭസ്മം പൂശിയാൽ സന്യാസിയാകുമോ? നിന്റെ ജടയിൽ പിടിച്ചു വലിച്ചാൽ എന്തു പറ്റും? നിന്റെ സന്യാസി രൂപം എവിടെ പോകും? ഒരു നിമിഷത്തിനകം തന്നെ സന്തോഷ് നികുഞ്ചിൻ്റെ സമീപമെത്തി. ഒട്ടും വൈകേണ്ട ഏട്ടാ, നേരെ കാറിനടുത്തേക്ക് പോകാം. നികുഞ്ചിന് ജീവൻ പോയതുപോലെ തോന്നി. പക്ഷേ ഓടിപ്പോവുകയല്ലാതെ വേറെ മാർഗമൊന്നും തന്നെയില്ല. സന്തോഷിൻ്റെ തോളിൽ ശിരസ് ചേർത്ത് കണ്ണുകൾ പൂട്ടി അയാൾ ശ്മശാനത്തിൻ്റെ ഗേറ്റിന് നേരെ നടന്നു. കാതുകൾ തുറന്നിരുന്നു. അതിനാൽ കാളികാനന്ദൻ്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞു. ഇപ്രകാരം സന്യാസിമാരെ പരിഹസിക്കുന്നതിൻ്റെ ഫലമെന്താണെന്ന് നിനക്കറിയാമോ നികുഞ്ച് സ്വാഹ? കൽക്കത്തയിലെത്തിയ ശേഷം വീട് മാറേണ്ടി വന്നു. പക്ഷേ ആ പ്രദേശത്തൊന്നുമല്ല പുതിയ വീടെടുത്തത്. ഭുജംഗ ബാബുവിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ സംഭവമുണ്ടായത്. മടങ്ങിയെത്തിയാലുടൻ അയാൾ എല്ലാവരോടും കൊട്ടിഘോഷിക്കും. അത് കേട്ട ആളുകൾ പരിഹസിക്കുമ്പോൾ കാതിൽ പഞ്ഞി നിറച്ചിരുന്നു കൊടുക്കാൻ കഴിയുമോ? ഭവാനിപ്പൂരിൽ കാംസരി പാടാ ലൈനിൽ ഭാഗ്യത്തിന് ഒരു ഫ്ലാറ്റ് കിട്ടി. ഫ്ലാറ്റെന്ന് പറയാനാവില്ല, 1.5 മുറിയുള്ളൊരു വീട്. വാടക 250 രൂപ. അമ്പമ്പോ, താന്ത്രികർക്ക് എന്തുമാത്രം ശക്തിയുണ്ട്! എന്തൊരു അന്തർദൃഷ്ടിയാണ്! പാതിരി, പുരോഹിതൻ, മുള്ള, ഫക്കീർ തുടങ്ങിയവരുടെ എല്ലാം വേഷം ധരിക്കാൻ ഉതകുന്ന വസ്തുക്കൾ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് നികുഞ്ച് ഗംഗാ നദിയുടെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു. സാധാരണ നില വീണ്ടെടുക്കാൻ 3 ആഴ്ച വേണ്ടി വന്നു. അതിനിടെ പുതിയ സ്ഥലത്ത് 1-2 പേരുമായി പരിചയപ്പെട്ടു. അവിടെയും വീട്ടിൽ നിന്ന് ഏകദേശം 1/2 മൈൽ അകലെയായി പ്രധാന റോഡിൽ ഒരു റെസ്റ്റോറൻ്റുണ്ട്. പേര് പരാശർ ക്യാബിൻ. നികുഞ്ചിൻ്റെ കളങ്കം നിറഞ്ഞ ചരിത്രത്തെപ്പറ്റി ഇവിടെ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. താരക് ബാബു, നഗേശൻ മാസ്റ്റർ, ഷിബു പോദാർ തുടങ്ങിയവരാണ് പുതിയ പരിചയക്കാർ. ഷിബു നാടകത്തിൽ അഭിനയിക്കുന്നു. തപൻ തിയേറ്ററിൽ ഇന്നത്തെ തീപ്പൊരികൾ കാണിക്കാനായി ഒരു ദിവസം നികുഞ്ചിനെ അയാൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എത്ര മികച്ച രീതിയിലുള്ള മേക്കപ്പ് ആയിരിക്കുമെന്ന് കണ്ടോളൂ എന്ന് പോകും മുമ്പ് ഷിബു പറഞ്ഞിരുന്നു. പക്ഷേ മേക്കപ്പ് കണ്ടപ്പോൾ കരയണോ ചിരിക്കണോ എന്ന് നികുഞ്ചിന് സംശയം തോന്നി. ഇതാണോ മേക്കപ്പ്? മികച്ച മേക്കപ്പ് ഇവർ കണ്ടിട്ടുണ്ടാകുമോ? തൻ്റെ മേക്കപ്പ് കണ്ടാൽ ഇവർ ലജ്ജിച്ച് തലതാഴ്ത്തും. പക്ഷേ താരാപീഠത്തിൽ തനിക്കുണ്ടായ അനുഭവം അടുത്ത ക്ഷണത്തിൽ തന്നെ അയാൾക്ക് ഓർമ്മ വന്നു. പക്ഷേ താന്ത്രികർക്ക് അലൗകിക ശക്തിയുള്ളതായി പലപ്പോഴും കേൾക്കാറുള്ളതാണല്ലോ. ഇത്രയേറെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമല്ല. നികുഞ്ചിന് ഒരു ചെറിയ അമളി പറ്റി.
അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ പേരിൽ തൻ്റെ താല്പര്യം ഉപേക്ഷിക്കണോ? അത് പതിവില്ല. അതേതായാലും നടപ്പില്ല. തനിക്ക് ഇനിയും എത്രയോ വേഷങ്ങൾ ധരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഇതുവരെ ഒരു നല്ല ഗുണ്ടയുടെയോ തെമ്മാടിയുടെയോ വേഷം ധരിച്ചിട്ടില്ല. താന്ത്രികൻ്റേതൊഴിച്ചാൽ വെറും സാധാരണ നിരുപദ്രവകാരികളായ മനുഷ്യരുടെ വേഷമാണ് ഇതുവരെ ധരിച്ചത്. അവരുടെ നേരെ ആരും ശ്രദ്ധ പതിപ്പിക്കില്ല. അഥവാ നോക്കിയാൽ തന്നെ ആളുകൾക്ക് തിരിച്ചറിയാനും കഴിയില്ല. ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വേഷം ധരിക്കാതെ തൻ്റെ ആഗ്രഹം എങ്ങനെയാണ് പരീക്ഷിക്കാൻ കഴിയുക? ഗുണ്ടയുടെയും തെമ്മാടിയുടെയും രൂപം എങ്ങനെയിരിക്കും? കദംബ വൃക്ഷത്തിൻ്റെ ഇല കൊണ്ടെന്ന പോലെ തലമുടി, ഷേവ് ചെയ്തിട്ട് 4 ദിവസമായി താടിരോമങ്ങൾ, കണ്ണുകൾക്ക് താഴെ മുറിവേറ്റതിൻ്റെ പാട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്കാർ, പതുങ്ങിയ മൂക്ക്, മല്ലന്മാരുടേത് പോലുള്ള ശരീരം, കയ്യിൽ പച്ച കുത്തിയിരിക്കും, കഴുത്തിൽ ചെയിൻ, ചതുര കള്ളക്കള്ളിയുള്ള ഷർട്ട്, അതിൻ്റെ മുകളിൽ ബട്ടൺ തുറന്നിട്ടിരിക്കും, ബർമീസ് ലുങ്കി. താരാപീഠത്തിൽ നേരിട്ട അനുഭവത്തിന് ശേഷം പ്രച്ഛന്ന വേഷം ധരിക്കാനുള്ള താല്പര്യം നികുഞ്ച് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ താല്പര്യം സിരകളിൽ ശക്തമായി ഉറഞ്ഞുകൂടിയിരുന്നു. അതിനാൽ വർദ്ധിച്ച ഉത്സാഹത്തോടെ മേക്കപ്പ് അണിയാനായി അയാൾ കണ്ണാടിയോടെ മുമ്പിലിരുന്നു. രാവിലെ ചായ കുടിച്ചതിന് ശേഷം മേക്കപ്പ് ചെയ്യാനിരുന്നതിനാൽ അന്ന് പത്രം വായിക്കണമെന്ന് നികുഞ്ചിന് ചിന്തയുണ്ടായില്ല. അതിനാൽ ഗിദിർപൂരിൽ നടന്ന ഇരട്ട കൊലപാതകത്തെപ്പറ്റി അയാൾ അറിഞ്ഞില്ല. കുപ്രസിദ്ധ ഗുണ്ട ഭാഗമണ്ഡലിൻ്റെ ചിത്രം പത്രത്തിൽ കൊടുത്തിരുന്നതും അയാൾ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നിശ്ചയമായും അന്ന് അയാൾ വേറെ ഏതെങ്കിലും വേഷം ധരിച്ചേനെ. ഏതാണ്ട് 6-7 മാസം മുമ്പും ഭാഗമണ്ഡലിൻ്റെ ചിത്രം പത്രത്തിൽ വന്നിരുന്നു. സാഹസികമായ ഒരു കവർച്ചയെ തുടർന്ന് അത്തവണയും ഭാഗമണ്ഡൽ പോലീസിൻ്റെ കണ്ണിൽ പൊടിയിട്ട് കടന്നുകളഞ്ഞു. സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രം പത്രത്തിൽ കൊടുത്തത്. ആ ചിത്രം നികുഞ്ച് കണ്ടിരുന്നോ? നികുഞ്ചിൻ്റെ അബോധ മനസ്സിൽ ആ ചിത്രം സ്ഥാനം പിടിച്ചിരുന്നോ? അങ്ങനെയായിരുന്നില്ലെങ്കിൽ നികുഞ്ചെന്ന് ഭാഗമണ്ഡലിൻ്റെ രൂപം ധരിച്ചത് എന്തുകൊണ്ടാണ്? ചിത്രം കണ്ടിരുന്നില്ലെങ്കിൽ പോലും ഭാഗമണ്ഡലിൻ്റെ പുതിയ കൃത്യത്തെപ്പറ്റി നികുഞ്ച് നിശ്ചയമായും അറിഞ്ഞിരുന്നില്ല. അതേപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ പരാശർ ക്യാബിനിൽ താൻ പ്രവേശിച്ചതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്രത്യക്ഷരായത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് ആശ്ചര്യം തോന്നുമായിരുന്നില്ല. എന്താണ് കാര്യം? ഇവരെല്ലാം ഇത്തരത്തിൽ വിചിത്രമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? മാനേജർ എഴുന്നേറ്റ് എങ്ങോട്ട് പോയി? റൂം ബോയുടെ മുഖം വിവർണമായത് എന്തുകൊണ്ട്? ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് അവൻ ഭയന്ന് വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സമീപത്തുള്ള മരുന്നുകടയിൽ നിന്ന് പോലീസിന് ഫോൺ ചെയ്യാൻ മാനേജർ പോയിരിക്കുകയാണെന്നും ഫോൺ സന്ദേശം ലഭിച്ചാലുടൻ പോലീസ് നിമിഷങ്ങൾക്കകം നികുഞ്ചിൻ്റെ അരികിലെത്തുമെന്നും നികുഞ്ച് എങ്ങനെ അറിയാനാണ്? അല്ലെങ്കിലും ഒരാൾ ഭയങ്കരമായി വിപത്തിലകപ്പെടുമ്പോൾ അയാളുടെ സഹായകൻ, അയാളുടെ ഭാഗ്യദേവത പൂർണ്ണമായും സഹായിച്ചില്ലെങ്കിലും അല്പമെങ്കിലും സഹായം നൽകുന്നതായാണ് സാധാരണ കാണാൻ കഴിയുക. നികുഞ്ചിൻ്റെ സമീപത്ത് കിടന്ന കസാരയിലുണ്ടായിരുന്ന പത്രമാണ് ആ നേരിയ സഹായം നൽകിയത്. പത്രം മുഴുവനും നോക്കേണ്ട ആവശ്യം നേരിട്ടില്ല. തുറന്നു കിടന്ന പേജിൽ കൊലപാതകി ഭാഗമണ്ഡലിൻ്റെ ചിത്രവും കൊലപാതകത്തെപ്പറ്റി ചെറിയ വാർത്തയും നൽകിയിരിക്കുന്നു. ഇന്ന് നികുഞ്ച് കണ്ണാടിയുടെ മുമ്പിലിരിക്കുമ്പോൾ ഈ മുഖമാണ് സാവധാനം അയാളുടെ കണ്ണുകൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നത്. ചിത്രം കണ്ടതോടെ നികുഞ്ചിൻ്റെ കൈകാലുകൾക്ക് മരവിപ്പ് അനുഭവപ്പെട്ടു. എങ്കിലും പത്രമെടുത്ത് വാർത്ത മുഴുവനും വായിക്കുക എന്ന ലോഭം മടക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വായിച്ചു തീർന്നതോടെ കാര്യങ്ങൾ നിർമ്മല ജലം പോലെ അയാൾക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിഞ്ഞു. പുറത്തിറങ്ങി കാലുകൾ നീട്ടിവെച്ച് നടന്ന് ഓടിയാൽ ആളുകൾ ശ്രദ്ധിക്കും. കാംസരി പാട ലൈനിലുള്ള വീട്ടിലെത്താൻ അയാൾക്ക് 10 നിമിഷം വേണ്ടി വന്നു. പിന്നാലെ വരുന്ന വണ്ടിയുടെ ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു. അത് പോലീസ് വാഹനത്തിൻ്റെ ശബ്ദമാണെന്ന അയാളുടെ സംശയം ശരിയുമായിരുന്നു. എന്നിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. പോലീസ് വരട്ടെ, ഒടുവിൽ അവർ വിഡ്ഢികളാകും. കോണി കയറി 2ാം നിലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നികുഞ്ച് പ്രച്ഛന്ന വേഷം വലിച്ചെറിയും. നികുഞ്ച് സാഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് ഭാഗമണ്ഡലാണ്.
വീട്ടിൽ പ്രവേശിച്ച ഉടനെ ചായയ്ക്ക് വെള്ളം വയ്ക്കാൻ വേലക്കാരനോട് പറഞ്ഞിട്ട് അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു. ഹോ, കണ്ടില്ലേ, ലോഡ് ഷെഡിങ്. ഇനി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ സമയമെടുക്കും. വിഷമിക്കാൻ ഒന്നുമില്ല, മെഴുകുതിരിയുണ്ട്. പക്ഷേ ആദ്യം വേഷം മാറ്റണം. ഇരുട്ടിലും അത് നടക്കും. ഒരു നിമിഷത്തിനകം തന്നെ നികുഞ്ച് ലുങ്കിയും ഷർട്ടും വലിച്ചെറിഞ്ഞിട്ട് കട്ടിലിൽ കയറി അയയിൽ നിന്ന് പൈജാമ വലിച്ചെടുത്ത് ധരിച്ചു. അതിനുശേഷം ഒരു തീപ്പെട്ടി കമ്പുരച്ച് അതിൻ്റെ വെളിച്ചത്തിൽ മേശവലിപ്പ് തുറന്നിട്ട് മെഴുകുതിരിയെടുത്ത് കത്തിച്ച് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ടും പോലീസ് വാഹനത്തിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഒരുപക്ഷേ ഭാഗാമണ്ഡൽ ഏത് വീട്ടിലാണ് കടന്നതെന്ന കാര്യം പോലീസ് നാട്ടുകാരോട് അന്വേഷിക്കുകയാകും. ആ വീട്ടുകാർ അയാൾ കടന്നു വരുന്നത് കണ്ടില്ല. മുന്നിലുള്ള വീട്ടുകാരുടെയോ അയൽ വീട്ടുകാരുടെയോ കാര്യം അറിഞ്ഞുകൂടാ. അത്തരം അസ്വസ്ഥതകൾക്കിടയിൽ നികുഞ്ച് മേക്കപ്പ് മാറ്റാൻ ആരംഭിച്ചു. ആദ്യം കൈവച്ചത് കൃത്രിമ മീശയിലാണ്. കൃത്രിമ മീശയോ? കൃത്രിമമാണെങ്കിൽ വലിച്ചിട്ട് അടർന്നു പോരാത്ത എന്താണ്? സ്പിരിറ്റും പശയും ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ച മീശ ഒരു വലിക്ക് അടരുന്നതാണ്. എന്നിട്ടത് എന്തു പറ്റി? മെഴുകുതിരി മുഖത്തിനരികിൽ കൊണ്ടുവന്ന് കണ്ണാടിയുടെ അടുത്തേക്ക് കുനിഞ്ഞ് നികുഞ്ച് തൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. ഈ മീശ കൃത്രിമമായി തോന്നുന്നില്ല. ഇത് തൻ്റെ മുഖത്ത് മുളച്ചതാണ്. ഈ കൃത്രിമ മുടിയും കൃത്രിമമല്ല. ഇത് തൻ്റെ തന്നെ സ്വന്തം മുടിയല്ലേ? ഷേവ് ചെയ്തിട്ട് 4 ദിവസമായി താടി രോമം. അത് താൻ ഒന്നൊന്നായി തൻ്റെ മുഖത്ത് പിടിപ്പിച്ചതാണ്. എന്നിട്ടും അത് കണ്ടിട്ട് കൃത്രിമമാണെന്ന് തോന്നുന്നില്ല. കണ്ണിന് താഴെയുള്ള ആ മുറിവ്. ഏത് നിമിഷത്തിൽ ജനിച്ച ശില്പിക്കാണ് നിറവും ബ്രഷും ഗോതമ്പുമാവും പ്ലാസ്റ്റിസിനും ഉപയോഗിച്ച് അത്രയും മുറിവ് സൃഷ്ടിക്കാൻ കഴിയുക? 19 വർഷം മുമ്പ് എൻട്രാളിലെ കഞ്ചാവ് പാർക്കിൽ വെച്ച് ബദാരി ഷേഖുമായി വഴക്കുണ്ടാക്കിയ സമയത്ത് കത്തിക്കൊണ്ടതിൻ്റെ ഫലമാണ്. ബാഗ എന്ന പേരിൽ കീർത്തി നേടിയിരുന്നില്ല. അന്ന് അയാളുടെ പേര് രാധു മണ്ഡലെ എന്നായിരുന്നു. പ്രായം 21 വയസ്സ്. എല്ലാ തരത്തിലുമുള്ള ഗുണ്ടായുസത്തിൽ മേഘനാഥിൽ നിന്ന് ശിക്ഷണം നേടുകയായിരുന്നു. പോലീസിന് വാതിൽ തകർത്ത് അകത്ത് കടക്കേണ്ടതായി വന്നു. ബോധരഹിതനായി കിടക്കുന്ന ഭാഗാമണ്ഡലിൻ്റെ മുഖത്തേക്ക് ടോർച്ച് തെളിയിച്ചു നോക്കിയിട്ട് ഇൻസ്പെക്ടർ വേലക്കാരൻ നിധായിയോട് ചോദിച്ചു, ഇയാൾ ഈ വീട്ടിലാണോ താമസിക്കുന്നത്? അതേ എമാനെ, എൻ്റെ യജമാനാണ്. എന്താ പേര്? നിനക്ക് ഇയാളെ അറിയാമോ? നികുഞ്ച് ബാബു, സാഹാ ബാബു. അയാൾ വേഷം കെട്ടിയതാണ്. ഉത്സാഹരഹിതമായ മന്ദഹാസത്തോടെ ഇൻസ്പെക്ടർ പറഞ്ഞു. തുടർന്ന് കോൺസ്റ്റബിളുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇയാളെ ശക്തിയായി പിടിച്ചു കുലുക്ക്. ബോധം വന്നിട്ട് വേണം വല്ലതും ചെയ്യാൻ. റിവോൾവർ പുറത്തെടുത്ത് ബോധരഹിതനായ അക്രമിയുടെ നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ നിന്നു. പിടിച്ചു കുലുക്കിയപ്പോൾ ഭാഗാമണ്ഡലിൻ്റെ കൃത്രിമ മുടി താഴെ വീണു. അതിനുശേഷം മീശ. പ്ലാസ്റ്റിസിൻ ഉപയോഗിച്ചുണ്ടാക്കിയ മുറിവും കൃത്രിമമായി നീളം വർദ്ധിപ്പിച്ച മൂക്കും നെറ്റ് സഹിതം പുറത്തേക്ക് വന്നു. ഇതിനകം നികുഞ്ച് സാഹയ്ക്ക് ബോധം വീണ്ടു കിട്ടി. താന്ത്രികൻ്റെ ശകാരം കേട്ടിട്ടും നടക്കാതെ പോയ കാര്യം ഇന്ന് പോലീസിൻ്റെ ശകാരം സാധ്യമാക്കി. ഇപ്പോൾ പുസ്തകം വായിച്ച് നികുഞ്ച് ശില്പവിദ്യ അഭ്യസിക്കുകയാണ്. ഗംഗാനദി സമീപത്ത് തന്നെയാണ്. അവിടെ നിന്ന് നിതായ് മണ്ണ് കൊണ്ടുവരും. നിതായ് തന്നെ തൻ്റെ ആദ്യ മോഡലാകണമെന്നാണ് നികുഞ്ച് ആഗ്രഹിക്കുന്നത്. മേക്കപ്പ് മാൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.